ഹായ് പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അത് കണവ നിറച്ചത് കാണിക്കാനായിട്ടാണ് ഞാനിന്ന് വീഡിയോയിലോട്ട് വന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് 2 ഇഞ്ചി ചെറുതാണ്. അതുപോലെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ കണവ നിറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ കണവ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ കൂന്തലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇത് കണവ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടി ഞാൻ എടുത്തിരുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും 2 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. അതെല്ലാം കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോപ്പറിൽ അരിഞ്ഞതല്ല, കൈ വെച്ച് അരിഞ്ഞത് തന്നെയാണ്. എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ട് ഞാനൊരു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയെ ചേർക്കാവൂ. കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. ഇത് എണ്ണയെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് കണവ പൊരിച്ച എണ്ണയാണ്. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാതെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മൾ ഉള്ളി അരിഞ്ഞതിൽ ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയും സാധാരണ എരിയുള്ള മുളകും കൂടി ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതിന് ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഞാൻ എടുത്തതല്ല, ഒരളവ് വെച്ചെടുത്തതാണ്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറി മസാലപ്പൊടി കൂടെ ചേർക്കേണ്ടതുണ്ട്. ഗരം മസാലപ്പൊടിയാണ്, വീട്ടിൽ പൊടിച്ച് വെച്ച പൊടി തന്നെയാണ്. പിന്നെ വേണമെന്നുള്ളവർക്ക് പെരുംജീരകം ആയിട്ട് ചേർക്കാം. എൻ്റെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇത് ഇത്ര ഐറ്റമാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. എടുത്ത തേങ്ങ ഉണ്ടല്ലോ, ഒന്നിൽ കുഞ്ഞായിട്ട് ചിരണ്ടി എടുക്കണം. നമ്മുടെ കൈ ചിരണ്ടുമ്പോൾ കൈ ലൂസാക്കി ചിരണ്ടിയാലുണ്ടല്ലോ കുഞ്ഞായിട്ട് ചിരണ്ടി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് നന്നായിട്ട് ഞവടി ഒന്ന് എടുക്കാം കേട്ടോ. എന്തായാലും മിക്സിയിൽ ക്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനിതിപ്പോൾ കുഞ്ഞായിട്ടാണ് ചിരണ്ടി വെച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കാൻ വേണ്ടി ഒന്ന് ഞെരടി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കണവ വൃത്തിയാക്കിയപ്പോൾ കണവയുടെ ഉള്ളിൽ അതിൻ്റെ പരുവൊക്കെ ഇരിക്കുമല്ലോ, ആ പരുവും കണവയുടെ ചിറകും ഈ തലയുടെ ഭാഗത്തുള്ള ആ കഷ്ണങ്ങളൊക്കെയാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളെടുത്ത തേങ്ങയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. എടുത്തിരിക്കുന്ന പരുവും തലയുടെ ഭാഗത്തിരിക്കുന്നതെല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് തീ വളരെ കുറച്ച് വേണം വയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ചേർത്ത ആ കണവയുടെ പരുവും അത് ഇതെല്ലാം കൂടി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് ചേർത്ത് ഒരു 10-12 മിനിറ്റോളം അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇത് അടച്ചു വെച്ച് 12-13 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വരട്ടി ഇങ്ങനെ എടുക്കണം. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അതിനി അല്പനേരം ഒന്ന് തണുക്കട്ടെ. നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിരിക്കുന്ന കണവയിലോട്ട് റെഡിയാക്കിയ ഫില്ലിങ്സാണ് കയറ്റുന്നത്.
ശരിക്കും നമ്മൾ താഴോട്ട് കൊണ്ടുപോകരുത്, ഇവിടം കൊണ്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യം വരുന്നില്ല. കുറച്ചും കൂടി താഴ്ത്തി, ഒരുപാട് ഫില്ലിങ്സ് കയറ്റണമെന്നില്ല കേട്ടോ. ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ടൂപ്പിക്ക് ഇല്ലാത്തവർക്ക് ഈർക്കിലോ വെച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കണവ നിറച്ചത് ഒരു സ്റ്റീമറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേകാൻ വയ്ക്കാം, അടച്ച് വെച്ച് വേവിക്കാമേ. നമ്മുടെ കണവയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 15-18 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചേച്ച് ശകലം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ ഒന്നും കളർ മാറത്തില്ല കേട്ടോ, ആ പച്ച മണം മാറിക്കിട്ടും. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടേച്ച് അല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് തിരിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഫില്ല് ചെയ്യുമ്പോഴേ ഇതിനകത്ത് വയ്ക്കുന്ന കൂട്ടില്ലേ കുറച്ച് വയ്ക്കണം. ഞാനിത് വെച്ചതൊന്ന് കൂടിപ്പോയി, അത് കാരണം 2 കണവ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ നിറച്ചതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൂന്തൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്.